ഹലോ ഫ്രണ്ട്സ്, അപ്പം നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ? അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് കാഞ്ഞിരപ്പുഴയ്ക്കാണ് പോണത് കേട്ടോ. അങ്ങനെ ഏട്ടന് ലീവുള്ള ദിവസം ഞായറാഴ്ചയാണ്. അപ്പം ഞങ്ങൾ ഞായറാഴ്ച ദിവസം വൈകുന്നേരം ഒരു 4:30ക്കാണ് ഇറങ്ങിയത്. അങ്ങനെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഏട്ടൻ ടിക്കറ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് 30 രൂപയാണ് കേട്ടോ ടിക്കറ്റ്. അതൊക്കെ എടുക്കൽ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അകത്തേക്ക് കയറി. ഞങ്ങൾ 3 പേരും കൂടി കുറച്ച് ഗ്യാപ്പിന് ശേഷം കേട്ടോ വരുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആനയുടെ ഒരു പ്രതിമയൊക്കെ ഉണ്ട്, അവിടെയൊക്കെ നോക്കി നിന്നു. ആനേനെ ഭയങ്കര ഇഷ്ടമാണ് നിലുവിന്. പക്ഷെ ആനേനെ ഇങ്ങനെ തൊട്ട് നോക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് പേടിയായിട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ഇങ്ങനെ നടന്ന് വന്ന് അങ്ങനെ പാർക്കിലെത്തി. ഡാമിൻ്റെ മുകളിലേക്കൊന്നും കയറിയില്ല കേട്ടോ. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് നല്ല പാർക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നിലും കയറാൻ പറ്റിയില്ല, നല്ല തിരക്കായിരുന്നു. അപ്പോൾ അങ്ങനെ അതിലൊന്നും കയറിയില്ല. പിന്നെ നേരെ ഞങ്ങൾ ഐസ്ക്രീം മേടിക്കാൻ വന്നു. ഒരു പോപ്കോണും ഒരു ഐസ്ക്രീമും ഒരു ചോക്കോബാറും അങ്ങനെ മേടിച്ചത് 3 പേരും കൂടി അതൊക്കെ കഴിച്ച് ഒരു ഭാഗത്ത് ഇരുന്ന് അതൊക്കെ കഴിച്ച് നല്ല എൻജോയ് ചെയ്തു കേട്ടോ. അങ്ങനെ കുറച്ച് ചെറിയൊരു റീൽസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴേക്ക് നേരെ ഇങ്ങനെ സമയമായി വരുന്നുണ്ട്. അപ്പം ചെറിയൊരു ഇരുട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറേ നേരം അത് കൂടെയൊക്കെ നടന്ന് എൻജോയ് ചെയ്തു കേട്ടോ. അത്യാവശ്യം സമയം ഉണ്ടായിരുന്നു. പിന്നെ ഡാമിൻ്റെ മുകളിലേക്കൊന്നും കയറിയില്ല, കുട്ടീനെ കൊണ്ട് അങ്ങോട്ട് കയറണ്ടേന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ കയറിയൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഇവിടെ നടന്നിങ്ങനെ കണ്ടു കേട്ടോ. പിന്നെ കുറേ നേരം ഇരുന്നു, ഓരോന്ന് സംസാരിച്ചിരുന്നു. പിന്നെ അച്ഛനും മകളും നല്ല കളിയായി. അങ്ങനെ അവരെ കളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ 2 പേരുമായി, ഞാനും നീലുവും കളിയെ തുടങ്ങി കേട്ടോ. അവൾ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനും അവളെ കൂടെ ഇങ്ങനെ ജസ്റ്റ് ഓരോന്ന് കാട്ടിങ്ങനെ കളിപ്പിക്കുമായിരുന്നു കേട്ടോ. പിന്നെ സമയം കുറേ നേരം കഴിഞ്ഞ് കുറച്ച് സമയം ഇരുട്ടായി കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോഴും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ ആ സമയത്തും. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഒരു ചെറിയൊരു ഇരുട്ടൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു കളിപ്പാട്ടക്കടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പക്ഷേ അവിടെ നിന്നൊന്നും മേടിച്ചില്ല. വെറുതെ മേടിക്കുകയാണ്, ഇവൾക്കൊന്നും മേടിച്ചിട്ട് കാര്യമില്ല, അതുകൊണ്ടൊന്നും കളിക്കില്ല. പിന്നെ ഒരു കുതിരവണ്ടി ഉണ്ടായിരുന്നു, അതിലെന്തോ ഒരാൾക്ക് 150 രൂപ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും കണ്ടിട്ട് കുറച്ച് ഉപ്പിലിട്ട പൈനാപ്പിളും മാങ്ങയൊക്കെ വാങ്ങി അവിടെ നിന്ന് നേരെ പോന്നു. അങ്ങനെ പോന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയൊരു ചായക്കടയിൽ ചായയും കുടിച്ച് 3 പേരും ചായയും കുടിച്ച് ഒരു കടിയും വാങ്ങി അതൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സൺഡേ എങ്ങനെയായിരുന്നു?